Few things are more powerful than a positive push, a smile, a word of optimism and hope, or a sentence that says, you can do it when things are tough. You're on the Happiness Project, and I'm Dhanya. B.K. Harinarayan is one of the busiest songwriters in the Malayalam film industry today. What makes him so popular among music lovers and composers alike? Let's get to know on the Happiness Project. Hari, welcome to the Happiness Project. താങ്ക് യു. ഹരി, ഗുൽസാർ സാബിനോട്, നമ്മുടെ ലിറിസിസ്റ്റ് ഗുൽസാർ സാബിനോട് ആരോ ചോദിച്ചു, ഇത്രയും 50 വർഷങ്ങൾ എഴുത്ത് ലിറിസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കറണ്ടാണ് അദ്ദേഹം, ഇത്രയും വർഷങ്ങളായെങ്കിലും ഇപ്പോഴും കറണ്ടാണ്, എന്തുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ കറണ്ടായി തിളങ്ങി നിൽക്കുന്നു? അപ്പോൾ ഗുൽസാർ സാബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലിറിക്സ് എഴുതുക അത് ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് അല്ല, അത് മനുഷ്യരുടെ പൾസ് ഫീൽ ചെയ്യുക, അതാണ് ഒരു ലിറിസിസ്റ്റിന്റെ ജോലി. എത്രത്തോളം എഗ്രി ചെയ്യുന്നു ഹരി? 100%. ഇത് അതൊരു വല്ലാത്തൊരു ഒരു ഒരു പാഷനാണ്. നമ്മൾ ഈ ഗുൽസാർ സാബിൻ്റെ പറഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മളൊരു പന്ത് ബോൾ തുണി കൊണ്ട് കെട്ടിയിട്ട് ഇത് നിലത്തിങ്ങനെ തട്ടുമ്പോൾ ചില അക്ഷരങ്ങളും ചില വാക്കുകളും എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനൊരു പറഞ്ഞ അക്ഷരം എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, അത് നമുക്കൊരു സാധാരണ ഒരാൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ഈ ലിറിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കവിതയും സംഗീതവും ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു ചരടാണല്ലോ അവിടെ. ഒരു വരി എന്ന് പറയുന്നതിനെയും സംഗീതം എന്ന് പറയുന്നതിനെയും ചേർക്കുന്ന ഒരു ചരടുണ്ട്. അപ്പോൾ അതിലൊരു സൗണ്ട് എല്ലാം ഘടകമാണ്. അതിൽ നമ്മൾ ഒരു വാക്ക് എഴുതുമ്പം ആ വാക്കിൻ്റെ അർത്ഥം മാത്രമല്ല, അതായത് മീനിങ് മാത്രമല്ല, ചില വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. ഫീല് അടുത്ത തലം, അതിന്റെ ബേസിക് സൗണ്ട്, അതിനെ കുറിച്ചായിരിക്കും ഒരു പക്ഷേ ഗുൽസാർ സാബ്. അത് അല്ല, ഈ ഫീൽ എന്ന് പറയുന്നത് ഒരു വാക്കിന്റെ ഫീൽ നമുക്ക് ഉണ്ടാകുന്നത് ഈ സൗണ്ടാണല്ലോ. ഞാൻ ഭംഗി എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ചലനമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഇപ്പം ഞാൻ ചിരി എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഫീലല്ല നമുക്ക് ഹാസം എന്ന് പറയുമ്പോൾ കിട്ടുന്നത്, അല്ലേ? മന്ദഹാസം എന്ന് പറയുമ്പോൾ അതല്ല കിട്ടുന്നത്, സ്മൈൽ എന്ന് പറയുമ്പോൾ ആ രീതിയല്ല കിട്ടുന്നത്. ഇതൊക്കെ ചിരിയുടെ ഇതാണ്. ഇപ്പം സ്നേഹം എന്ന് പറയുമ്പോൾ കിട്ടുന്നതല്ല ഉണ്മ എന്ന് പറയുമ്പോൾ കിട്ടുന്നത്, അതല്ല പ്രേമം എന്ന് പറയുമ്പോൾ കിട്ടുന്നത്, അതല്ല ഇഷ്ടം എന്ന് പറയുമ്പോൾ കിട്ടുന്നത്, അതല്ല പ്രണയം എന്ന് പറയുമ്പോൾ കിട്ടുന്നത്, അതല്ല കാതൽ എന്ന് പറയുമ്പോൾ കിട്ടുന്നത്, അതല്ല അൻപ് എന്ന് പറയുമ്പോൾ കിട്ടുന്നത്, അതല്ല ലവ് എന്ന് പറയുമ്പോൾ കിട്ടുന്നത്, അതല്ല ലൈക്ക് എന്ന് പറയുമ്പോൾ കിട്ടുന്നത്, അതല്ല പ്യാർ എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു ഇതൊക്കെ ഒരേ അർത്ഥമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ പെടുത്താവുന്നതായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനം, ഓരോ വാക്കിൻ്റെയും പ്രധാനം അതിൻ്റെ സൗണ്ടാണ്. ഇതിൽ നമ്മൾ ഈ ആക്ടേഴ്സിനൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും ഒബ്സർവേഷനാണ് അതിൻ്റെ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, അല്ലെങ്കിൽ അതൊരു ക്വാളിറ്റി, ഒരു ട്രേറ്റ് എന്നാണ്. ഇതേ ഒബ്സർവേഷനാണ് ഹരിയിലും ഉള്ളത്, എല്ലാ ലിറിസിസ്റ്റിലും ഉള്ളത്, അല്ലെങ്കിൽ പോയറ്റ്സിലും ഉള്ളത്. പക്ഷേ ഒബ്സർവേഷൻ്റെ ഏരിയ മാറി എന്ന് മാത്രം. എങ്ങനെയാണ്, ഹൗ ഡസ് ദറ്റ് പ്രോസസ് ഹാപ്പൻ? പലപ്പോഴും ഇങ്ങനെ ഏതെങ്കിലും വാക്കുകൾ കേട്ടിട്ട് ഹരി റിയാക്ട് ചെയ്ത് നിന്ന് പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി? ഈ ഒബ്സർവേഷൻ എന്ന് പറയുമ്പം അടിസ്ഥാനപരമായിട്ട് വാക്കുകൾ തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്. നമുക്കൊരു വാക്ക് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരു പുതിയ, ഇപ്പം ഞാൻ അടുത്ത് അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്, മനോജ് കുറൂർ. എനിക്ക് സഹോദരത് മനോജ് ചേട്ടൻ്റെ നിലമ്പൂത്ത് മലർന്ന നാൾ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അപ്പോൾ ഈ നോവലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം ഈ നമ്മുടെ സംഘകാല കൃതികളിൽ സംഘകാലത്തെ ലാംഗ്വേജ് വെച്ചിട്ട് അത്തരം മലയാളം വെച്ചിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത്. തനത് മലയാളം, സംസ്കൃതത്തിൻ്റെ സ്വാധീനമില്ലാത്ത മലയാളം. അപ്പം അതിൽ നമ്മൾ ഇന്ന് ബ്ലോ ചെയ്യുന്നു എന്ന് പറയുന്ന ഭാ ധ പോലുള്ള അക്ഷരങ്ങളൊക്കെ, അപ്പം അതിൽ ചില വാക്കുകൾ കേൾക്കുമ്പോൾ അതിൽ വിഷമം എന്നതിന് തുയിര് എന്നൊരു വാക്ക്, തുയിര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം എന്ന് ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ
വിരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എന്ന് ഞാനൊരു ഉദാഹരണമല്ല. അപ്പം ആ വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു പ്രത്യേക ഒരു സുഖം തോന്നുന്നുണ്ട്. അങ്ങനത്തെ സുഖം അന്വേഷിക്കുന്ന ഒരു സ്വഭാവമുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ ലൈലാകം ചില്ലുറാന്തൽ വിളക്ക് എന്നൊക്കെ പറയുന്ന ചില ഇത് എൻ്റെ ഇതിൽ വന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യണം. അല്ലെങ്കിൽ ചില ആളുകൾ രണ്ട് വാക്കുകൾ ചേർത്ത് കോയിൻ ചെയ്യുക. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള രണ്ട് സാധനങ്ങളെ എടുത്ത് നമ്മൾ കിച്ചണിലൊക്കെ നമുക്ക് അറിയുന്ന ചില സാധനങ്ങൾ എടുത്തിട്ട് ചില ആളുകൾ കഞ്ഞിവെള്ളവും മോരുകറിയും കൂട്ടി കഴിക്കാൻ നല്ലതാണെന്ന് ചില എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട്. അപ്പം അതുപോലെ നമുക്ക് കഞ്ഞിവെള്ളം നമുക്കറിയാം, മോരുകറി അറിയാം. നമുക്ക് കഞ്ഞിവെള്ളവും മോരുകറിയും കൂടി ചേർക്കുമ്പോഴത്തെ ഒരു സ്വാദ് ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് അറിയുന്ന ചില അക്ഷരങ്ങളെടുത്ത് വാക്കുകളെടുത്ത് ചേർക്കുമ്പോഴത്തെ ഒരു സ്വാദ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അപ്പം അതാണ് അതാണ് ഇൻസ്പയർ ചെയ്യിക്കുന്നത്. നമ്മളെ ഒരു സാധനം ഇൻസ്പയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ തേടലുണ്ടാവുന്നത്. ആ തേടലാണല്ലോ ഒബ്സർവേഷനായിട്ട് മാറുന്നത്. അല്ലാതെ ബോധപൂർവം ഇത് ഞാനിങ്ങനെ നോക്കി ഇവിടെ കുറേ പേരൊക്കെ എഴുതി കാണാനുണ്ട് അത് വെച്ച് അല്ലല്ലോ. ഹരിയുടെ ഈ വാക്കിനോടുള്ള പ്രണയം അതെപ്പോഴാണ് തുടങ്ങിയത്? ഓർമ്മയുണ്ടോ? എപ്പോഴാണ് ആദ്യമായിട്ട് ഒരു റിയലൈസേഷൻ ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ഫിക്സേഷൻ ഉണ്ടല്ലോ? അല്ല, റിയലൈസേഷൻ അല്ല, അതിലെൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് എനിക്കും എൻ്റെ ചെറിയച്ഛന്മാരോടാണ്, അച്ഛൻ്റെ അനിയന്മാരോടാണ്. അവരത്യാവശ്യം വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ എൻ്റെ ചെറിയച്ഛൻ, ഞാൻ ആദ്യം ഞാൻ ഒരുപാട് ശ്ലോകങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശ്ലോകം എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വൃത്തത്തിലുള്ള പദ്യങ്ങൾ, അത് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാൻ അക്ഷരശ്ലോക കോമ്പറ്റീഷനൊക്കെ അന്ന് പങ്കെടുത്തിരുന്നു. അതെൻ്റെ ചെറിയച്ഛൻ കൃഷ്ണൻ എന്ന് പറയുന്ന ചെറിയച്ഛൻ, മറ്റു ചെറിയച്ഛന്മാരൊക്കെ അവരൊക്കെ ഇതുണ്ടായിരുന്നു. അവിടുന്ന് ആയിരിക്കാം എനിക്ക് ഈ വരവെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം പഠിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ശ്ലോകമാണ്. വേപ്പു കൊയ്ന കിരിയാത്ത കാഞ്ഞിരം കയ്പുകൊണ്ടിവയ വെന്ന പായസം ചിൽപ്പുമാനുടെ നിവേദ്യമല്ലയോ തുപ്പുവാനരുതിറക്കുവാൻ പണി. വേപ്പ് കൊയ്ന കിരിയാത്ത കാഞ്ഞിരം, ഇതൊക്കെ കയ്പിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള ചെടികളാണ്. ഇവയെ ഒരു രാജാവിൻ്റെ പായസത്തിൽ മറ്റേ കയ്പ് വന്നു, എങ്ങനെയോ ആരോ ആ കയ്പാണ്, പാൽപ്പായസം എന്ന് പറയുന്ന കയ്പാണ്. അപ്പോൾ എല്ലാവരും കടിച്ച് ഇങ്ങനെ മുഖമൊക്കെ ചുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാർക്ക് രാജാവ് കൊടുത്തിട്ട് ഇതെന്താണ് എന്ന് ചോദിച്ചപ്പം, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥമാണ് വേപ്പ് കൊയ്ന കിരിയത്ത കാഞ്ഞിരം. ഈ 4 സാധനങ്ങളെ വെല്ലുന്ന തരത്തിലുള്ള കയ്പുള്ള ഒരു പായസമാണ്. പക്ഷെ രാജാവ് തന്നതാണ്. എനിക്ക് തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ എന്നുള്ളൊരവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ ആദ്യം പഠിച്ചത്. അന്ന് എനിക്കിതിൻ്റെ അർത്ഥം പോലും അറിയില്ലായിരുന്നു. ഒരു പക്ഷെ അവിടുന്നൊക്കെ തുടങ്ങി കാണണം ഈ വാക്കിനോടുള്ള ഇഷ്ടം. ഇതെല്ലാം കഴിഞ്ഞിട്ട് CA ചെയ്ത് വേറെ കരിയർ പാത്തിൽ പോയി അത് വിട്ട് ആകെ കുളമായിട്ടാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. ആ ജേർണി എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞു. എവിടെയൊക്കെയോ തിരിഞ്ഞു. ഇല്ല, സ്വാഭാവികമായിട്ട് ഡിഗ്രി ഞാൻ ഗുരുവായൂർ ശേഷനോളയിലാണ് പഠിച്ചത്. അവിടെ ബിരുദം ഫിസിക്സ് ആയിരുന്നു. അതെ. ഈ ഫിസിക്സ് കഴിഞ്ഞ് മാത്തമാറ്റിക്സിന് കുഴപ്പമില്ലാത്ത മാർക്കുണ്ടായിരുന്നു. അപ്പം ഈ CAക്ക് പോവാം എന്നുള്ളതിൻ്റെ അങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞ് അങ്ങനെ പോയി. എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. CA എന്താന്ന് പോലും അറിയില്ല. എനിക്ക് ആ ഡെബിറ്റ് അറിയില്ല, ക്രെഡിറ്റ് അറിയില്ല. ഇപ്പോഴും അറിയുമെന്ന് അറിയില്ല. പിന്നെ അങ്ങനെ CA ചെയ്തു. അങ്ങനെ എത്തി. ഇൻ്റർ കഴിഞ്ഞ് പിന്നെ എനിക്ക് ആ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് ഏറ്റവും വെറുക്കുന്നൊരു പ്രൊഫഷനാണ്. അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് അതിനോട് ഒട്ടും എൻ്റെ മനസ്സൊട്ടും ജെല്ലായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് തോന്നുന്നു ഇത്തരം ഈ പല രീതിയിലുള്ള ജേണികൾ സഹായിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം വേറെ എന്തോ ചെയ്തില്ലേ? ഞാൻ ജേർണലിസം ചെയ്തിട്ടുണ്ട്, PG ഡിപ്ലോമ. അന്ന് ചെറുതായിട്ടൊക്കെ എഴുതിയിരുന്നു. അത് ഭയങ്കര ക്രേസായിട്ട് ചെയ്തു. അത് ഞാൻ പാസ്സായി കേട്ടോ. അങ്ങനെ ഞാൻ ഈ KSRTCയിൽ കണ്ടക്ടറായിട്ട് ഒരിക്കൽ ജോലി കിട്ടി. ഒരു തമാശക്ക് PSC എഴുതിയിട്ട് അത് ഉപേക്ഷിച്ച് പോന്നു. പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഒരു 3 മാസം പോയിട്ടുണ്ട്. അനുഭവിക്കുന്ന ഒരു പെയിൻ നമുക്ക് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്നതിന് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നതെന്നാണല്ലോ ഞാൻ ധന്യയുടെ മുമ്പിലിരിക്കുന്നത്. അവർക്ക് എത്ര ജോലി ചെയ്താലും ലാസ്റ്റ് ആട്ടും തുപ്പുമാണ് പലർക്കും കിട്ടുന്നത്. അതിന് ഒരുപാട് വിഭാഗങ്ങളുണ്ട്.
അങ്ങനെ ആ ഒരു ജീവിത അനുഭവത്തിൽ നിന്ന് വരുന്നതാണ് ഈ വാക്കുകളൊക്കെ അങ്ങനെയല്ല ഇത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, വാക്കുകൾ ഒരു ഇൻസ്പിറേഷൻ്റെ മുകളിൽ വരുന്ന. മാത്രമല്ല ഞാൻ എപ്പോഴും തോന്നാറുണ്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് ജോബല്ല പാട്ടെഴുത്ത് എന്ന് പറയുന്നത്. അതൊരു ഒരിക്കൽ ഷിബു ചക്രവർത്തി പറഞ്ഞു, ഈ ലിറിക് റൈറ്റിംഗ് ഈസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് ആർട്ട്, ഇറ്റ്സ് നോട്ട് ആൻ ആർട്ട്. അത് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്. എല്ലാവരും യോജിക്കുമെന്ന് അറിയില്ല, പ്രത്യേകിച്ച് ഈ കാലത്ത്. അത് നമ്മളൊരു പാട്ടുണ്ടാവുമ്പോൾ നമ്മുടെ മാത്രം എന്ന് പറയാൻ പറ്റില്ല. അതിൽ റൈറ്ററുടെ, മ്യൂസിക് ഡയറക്ടറുടെ, സംവിധായകൻ്റെ ഒക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. നമ്മൾ എഴുതിയ വാക്കിന് ഇങ്ങനെ ഒരു പൂമൊട്ടാണെങ്കിൽ വിരിച്ചു പാടുന്ന സിംഗറുടെ ഒക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഞാൻ ഈ പറഞ്ഞ അതിൻ്റെ ഇൻസ്പിറേഷനിൽ ഞാൻ എഴുതി പോകുന്നതല്ല, ഞാൻ എഴുതിയ എല്ലാ പാട്ടിലും ഇവരുടെയൊക്കെ കയ്യോ സിഗ്നേച്ചർ ഉണ്ട്. ശരിക്കും അതിലൊരു ഡെസ്റ്റിനി, ഒരു ലാർജർ ഫോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞു വരണ്ടല്ലോ. അല്ല, ഇത്രയും പാട്ടുകൾ ഒന്നിച്ച് റിലീസ് ആവുകയും അതിൽ പലതും വളരെ നോട്ടീസ് ചെയ്യപ്പെടുകയും പിന്നെ ഇത്രയും തിരക്കുള്ള ഒരു ലിറിസിസ്റ്റ് ആയിട്ട് മാറുകയും, ഇതൊക്കെ ശരിക്കും ഒരു ഗെയിം പ്ലാൻ അല്ലെങ്കിൽ എന്തോ ഒരു പ്ലേ ഓഫ് ആയിരിക്കാം, സർക്കംസ്റ്റൻസസ് മാതിരി തോന്നാറുണ്ടോ ചിലപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ? അല്ല, ഇത് എന്തൊക്കെയോ സംഭവിച്ചു. ഞാൻ ഒരു പാട്ടൊക്കെ എഴുതാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ആരോ പറഞ്ഞ പോലെ ഈ ഒരു കഞ്ഞിവെള്ളം ഒരു പ്ലേറ്റിൽ ആഗ്രഹിച്ചവനൊരു ബുഫേ കിട്ടിയ പോലെയാണ്. അപ്പം എന്തായാലും പക്ഷെ ഞാൻ എൻജോയ് ചെയ്യുന്നു. എനിക്ക് കിട്ടിയ ഒരു സാധനം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിലൊരു സുഖമുണ്ടല്ലോ. ഏറ്റവും ഇപ്പം 300-ൽ പരം പാട്ടുകൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു, ഏകദേശം 7-8 വർഷം. ഹരിക്ക് എന്ത് തോന്നുന്നു ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി ഒരു ലിറിസിസ്റ്റിന് എന്താണ്? ഇതാണ് ഞാൻ ഈ ഒരു കാലമായിട്ട് ഞാൻ എന്താണ് ഒരു നല്ല ലിറിസിസ്റ്റിന് വേണ്ട ക്വാളിറ്റി എന്നുള്ളത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്കൊരു റിഥമിക് സെൻസ്, പിന്നെ ഒരു സൗണ്ടിങ് സെൻസ്, ആ ട്യൂണിനോട് ഇണങ്ങി പോകാൻ പറ്റുക. പക്ഷെ ഞാൻ മാക്സിമം ചെയ്യുന്നത്, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണെങ്കിലും ഞാനൊരു പാട്ട് എഴുതാൻ പോവുകയാണെങ്കിലും മാക്സിമം എന്നെ ഒരു ബ്ലാങ്ക് നല്ല തുടച്ച് വൃത്തിയാക്കി ഒരു സ്ലേറ്റാക്കി വെക്കാനുള്ളൊരു ശ്രമമാണ്. പിന്നെ ആ ഒഴുക്കിന് വിട്ടുകൊടുക്കുകയാണ് ഞാൻ ചെയ്യാറ്. ഇന്ന് ലിറിസിസ്റ്റ് ആയിട്ട് ഉള്ള ഹരിക്ക് കവിതയ്ക്ക് എത്ര ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്? ഇന്നത്തെ ലൈഫിൽ കവിത എഴുതാനോ അല്ലെങ്കിൽ ഒരു കവിയായിട്ട് അറിയപ്പെടണം, ഒരു കവിതയുടെ പുസ്തകം പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കവിതയുടെ ഒരു ലോകത്തിലേക്ക് പോകണം എന്ന് എത്രത്തോളം ആഗ്രഹമുണ്ട്? കാരണം എന്തൊക്കെ പറഞ്ഞാലും ലിറിസിസ്റ്റ് ഒരു തുടക്കം എന്ന് പറയുന്ന ഒരു പോയം തന്നെയാണ്. അതെ, ഇത് കുഴപ്പിക്കുന്ന ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ കവി ആവണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കവിത എന്ന് പറയുന്നതിന് ഒരു വല്ലാത്ത ധ്യാനവും ഇതല്ലാത്തൊരു ധ്യാനം, വളരെ ജൈവം, അതെൻ്റെ ഓണാണ്. ഇപ്പോൾ പാട്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതുമ്പോൾ അത് നിങ്ങളെ കൊണ്ട് കേൾപ്പിക്കുക, നിങ്ങളെ ഇഷ്ടപ്പെടുത്തുക എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു തോതിലെങ്കിലും നിങ്ങളെപ്പറ്റി ചിന്തിക്കും. നിങ്ങൾ എന്ന് പറയുന്ന മുന്നിലുള്ള ഓഡിയനെയോ അല്ലെങ്കിൽ സിനിമയോ സംവിധായകനോ ആരെയോ പറ്റി ചിന്തിക്കും. മറ്റൊരാൾ നമ്മുടെ സൃഷ്ടിയിൽ കയറി വരും. കവിത എന്ന് പറയുന്നതിൽ അതില്ല. ഞാൻ എൻ്റെ ബോധപൂർവ്വം നിങ്ങൾ വേണമെങ്കിൽ വായിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അത് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ കവിത എന്ന് പറയുന്നതിനെ ഞാൻ അത്രയും പ്രഷ്യസായിട്ട് കാണുന്നതിന് കൊണ്ട് തന്നെ വളരെ കുറച്ചായിട്ട് അതെനിക്ക് വരികയാണെങ്കിൽ മാത്രം ആഗ്രഹമുണ്ട് ഒരുപാട് എഴുതണമെന്ന്. പക്ഷെ അതിന് വളരെ ആഴത്തിലുള്ള റീഡിങ്ങും ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ എഴുതി വായിക്കുമ്പോഴാണ് നമുക്ക്, അങ്ങനെയുള്ള ആളുകൾ ഇവിടെ എഴുതുന്നുണ്ട്, അപ്പോൾ എഴുതിയ ആളുകളെ വായിക്കുമ്പോൾ നമ്മൾ വേണ്ട, നമ്മൾ ഇപ്പം എഴുതണ്ട എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും എനിക്ക് ഇതാക്കാറുണ്ട്. അപ്പോൾ കവിതയെ അത്രയും നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് കൊണ്ടാണ് അതിനെ എഴുതാൻ മടിക്കുന്നത്. പഴയ പാട്ടുകൾ, പഴയ സിനിമാ പാട്ടുകൾക്കൊക്കെ ഒരു കവിതയുടെ ഒരു ഭാവമുണ്ടായിരുന്നു. ഹരിക്ക് തോന്നുന്നുണ്ട് ഇന്നത്തെ പാട്ടുള്ള ആ ഇമോഷണൽ ഫീൽ നമുക്ക് ആ വാക്കിനോട് വരുന്ന ആ കണക്റ്റോ അത് നഷ്ടപ്പെടുന്നു എന്ന്? ഇത് ഒരു പരിധിവരെ സത്യമാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ അന്നത്തെ പാട്ടുകൾ എന്ന് പറയുമ്പം ഇപ്പോൾ തമ്പി സാറിനോടൊക്കെ സംസാരിക്കുമ്പം അവർ പറഞ്ഞിട്ടുണ്ട്, അവർ ഇരുന്ന് എഴുതി, ഇപ്പോൾ തമ്പി സാറാണെങ്കിലും വയലാറാണെങ്കിലും മോഹൻ സാറാണെങ്കിലും ഭാസ്കരൻ മാഷാണെങ്കിലും അവരെഴുതി ഒരു ആശയം പറഞ്ഞ് അവരവരുടെ രീതിക്ക് എഴുതി അതിനെ ഈണമിട്ടിട്ടാണ് അത് വരുന്നത്.
ഇന്നെന്ന് പറഞ്ഞാൽ അത് സിറ്റുവേഷൻ കുറച്ചുകൂടി മാറി. പിന്നെ ഇന്ന് നമ്മൾ പലപ്പോഴും ഈ പാട്ട് കണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ദൃശ്യം കൂടി അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പാട്ടുകളുടെ ഒന്നും ദൃശ്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആരാണ് അഭിനയിച്ചതെന്ന് പോലും അറിയില്ല. അങ്ങനെയായിരിക്കും പല പാട്ടുകളും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നത് ദൃശ്യത്തോടു കൂടിയാണ് ഇപ്പം നമുക്ക് പാട്ട് കിട്ടുന്നത്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കും, ഒരു ഓഡിയോ ജൂക്ക് ബോക്സ് വന്നാൽ കേൾക്കുന്നതിനേക്കാൾ അധികമാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ ആളുകൾ പാട്ട് വിഷ്വൽ വന്നാൽ കേൾക്കുന്നത്. പലപ്പോഴും പല പാട്ടുകളും വിഷ്വൽ എടുത്തതിന് ശേഷവും അതിൻ്റെ മുകളിൽ പാട്ടുണ്ടാക്കുന്ന രീതിയിലുണ്ട്. കാരണം അതിന് തെറ്റായിട്ട് കാണണ്ട. ഒരു ശ്യാം സാറിൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു, അതിനൊരു ഒരു ബാക്കിംഗ് വോക്കലായിട്ടാണ് പാട്ട്. അതൊരു വാക്കുകൊണ്ടുള്ള പശ്ചാത്തല സംഗീതമായിട്ടാണ് പലപ്പോഴും ഇന്ന് പാട്ടുകൾ മാറുന്നത്. അത് ഓരോ കാലഘട്ടത്തിൻ്റെയാണ്. അത് ആ കാലഘട്ടത്തിൻ്റെ എന്ന് പറയുന്നത് എല്ലാറ്റിലും മാറിക്കഴിഞ്ഞു. നമ്മുടെ ജീവിത ക്രമത്തിൽ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ തമ്പിസാറ് എഴുതുന്ന കാലത്തെ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നിങ്ങൾ വരുമെങ്കിൽ നിങ്ങളൊരു സെറ്റുമുണ്ടായിരിക്കും വേഷം. ഞാൻ പറയുന്നത് നിങ്ങളുടെ വേഷം, എൻ്റെയും നിങ്ങളുടെയും വേഷം, നമ്മളുടെ ഉപയോഗത്തിലുള്ള, നമ്മുടെ ഭാഷ ഉപയോഗത്തിലുള്ള ഇംഗ്ലീഷ് വാക്കുകളുടെ ആധിപത്യം, നമ്മുടെ ഹെയർ സ്റ്റൈൽ, നമ്മളുടെ ഡ്രസ്സിങ്, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മുടെ ചുറ്റുപാട് ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഈ കേൾക്കുന്ന പുതിയ കുട്ടികൾക്ക്, പുതിയ ആളുകൾക്ക്, ആർക്കായാലും നമുക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ മടുക്കുന്നു. നമ്മൾ ആരും എഴുതുന്നില്ല. മറ്റന്നാളത്തെ പരിപാടി നമ്മൾ നാളെ മാത്രമാണ് ചിന്തിക്കുന്നത്. അത്രയും സ്പീഡായി കഴിഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണാടിയാണ് ഈ കാലഘട്ടത്തിലെ കവിത, ഈ കാലഘട്ടത്തിലെ പാട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊട്ടു മുമ്പുള്ള കാലഘട്ടം ജീവിതത്തിൻ്റെ കണ്ണാടിയായിരുന്നു അത്. നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണാടി ഇതൊക്കെയോ വരൂ. അപ്പം നമ്മുടെ ജീവിതങ്ങൾ മാറണം എന്ന് എനിക്ക് തോന്നുന്നു. എവിടെയോ ഹരിയിലൊരു ഇൻട്രോവേർട്ട്, ഒരു ലോണർ എന്ന്, അല്ലെങ്കിൽ തനിച്ച് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. അത് ശരിയാണോ? ഞാൻ എൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നതിനേക്കാൾ എൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്നതാണ്. അതിന് ചിലപ്പോൾ ഒരു പക്ഷേ സ്വാർത്ഥൻ എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിൽ വിളിക്കാം. എൻ്റെ ഒരു ലോകം ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ലോകത്തിരിക്കുന്നത് ഏതോ ഒരു കവി പണ്ട് പറഞ്ഞ പോലെ, എങ്കിൽ പോലും എനിക്കുമുണ്ട് ചെറുതാം രാജ്യം മനോരാജ്യമായി എന്ന് പറയുന്ന പോലെ, എനിക്കിങ്ങനെ ദിവാസ്വപ്നം കണ്ട് നടക്കുന്നതിനോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ഞാൻ ഭയങ്കര മടിയനായിട്ടുള്ള ഒരാളാണ് ഒരു പരിധിവരെ. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ആരോ എന്നോട് പറഞ്ഞു, നിനക്ക് പറ്റിയ പണിയാണ് കിട്ടിയത്, നിൻ്റെ മടി മാറ്റാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന പോലെ. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു മടിയനായിട്ടുള്ള, എന്നിൽ ഒതുങ്ങുന്ന, അധികം റിസ്ക് ഒന്നും എടുക്കാൻ പറ്റാത്ത, താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ശരിയാണ്, ഇപ്പം ഈ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു എന്നിൽ ഒരു ഒറ്റയാനുണ്ട്. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ ഞാനൊരു ഈ പറയുന്ന പോലെ ഒരു certain extent ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് എവിടെയൊക്കെയോ ഒരു ചെറിയ ഒരു ഇൻഫീരിയോറിറ്റി, അതെന്താണെന്ന് തന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. ഒരു മാരേജിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബിലീവ് ചെയ്യുന്നില്ലേ ഹരി? ഇല്ല, ശരിക്കും ഉത്തരം പറഞ്ഞ ഒരു പ്രശ്നമാണ്. ഒന്ന്, ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയണം. ശരിക്കും ഉത്തരം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് എന്തും തോന്നുന്നു അറിയില്ല. അവര് ആലോചിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഓറ ഇങ്ങനെ വന്നു നിന്നത് കൊണ്ട് അത് പൊട്ടിച്ചു പോകാനുള്ളൊരു മടിയായിരിക്കാം ചിലപ്പോൾ. ഹരിയുടെ ഹാപ്പിനെസ് ഹരി എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്? എഴുത്തുണ്ടെന്ന് എനിക്കറിയാം, അതല്ലാതെ ഒരു സോഴ്സ് ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. എവിടെയെന്നെങ്കിലും ആ ഊർജം, ഹാപ്പിനെസ്സിൻ്റെ ഊർജം ഡിറൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ്? അങ്ങനെ പറഞ്ഞാൽ ചില ഇഷ്ടങ്ങളുണ്ട്. ഇപ്പോൾ എഴുത്ത്, വായന, പാട്ട് കേൾക്കൽ, അതിൽ നിന്നൊക്കെ വിട്ട് എനിക്ക് കളി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സ്പോർട്സിൽ ഫുട്ബോൾ കാണുന്നത് ഇഷ്ടമാണ്, ക്രിക്കറ്റ് കാണുന്നത് ഇഷ്ടമാണ്. എനിക്ക് വീരേന്ദ്ര സെവാഗോ, ധോണിയോ, ABD വില്ലേഴ്സോ ബാറ്റ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്.
എനിക്ക് വല്ലാത്ത, ഞാൻ ഭയങ്കര അഡിക്റ്റഡാണ് അതിൽ. അതല്ലെങ്കിൽ ഞാൻ ഈ മേളം ഭയങ്കരമായിട്ട്, ചെണ്ട എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന റിഥം ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു തായമ്പക പ്ലെയറാണ് പോരൂർ ഉണ്ണികൃഷ്ണൻ. ഉണ്ണിയേട്ടൻ തായമ്പക കൊട്ടുന്നതോ അല്ലെങ്കിൽ മട്ടന്നൂരിൻ്റെ തായമ്പകയോ അല്ലെങ്കിൽ കല്ലൂരിൻ്റെ തായമ്പകയോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. മേളക്കാർ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അപ്പം അങ്ങനെ ഒരു മേളം കേൾക്കുന്ന, ഒരു പഞ്ചവാദ്യം കേൾക്കുന്നത് എനിക്ക് ഭയങ്കര എനർജിയുള്ള, ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്ന ഒരു ഇതാണ്. എന്ന് വെച്ച് എനിക്കറിയില്ല, വല്ലാത്തൊരു ദുഃഖമുള്ളൊരു സമയത്ത് ഞാൻ നേരെ ചെന്ന് കഴിഞ്ഞാൽ ഇത് എനിക്ക് മാറുമെന്നറിയില്ല. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം. ഞാൻ വളരെ ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ വിഷമിക്കുകയും ചെറിയൊരു കാര്യം എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. തീരെ എന്നെ സന്തോഷിപ്പിക്കും. ഒട്ടും കോൺഫിഡൻസ് വളരെ കുറഞ്ഞ, സെൽഫ് കോൺഫിഡൻസ് വളരെ കുറഞ്ഞ ഒരാളാണ്. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. അപ്പം അതുകൊണ്ടായിരിക്കാം ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എൻ്റെ ഈ സെൽഫ് കോൺഫിഡൻസ്, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചെങ്കിലും, ഇപ്പം ഒരു 10% എൻ്റെ കോൺഫിഡൻസ് എങ്കിൽ അതിനെ 11% മഹേന്ദ്ര സിംഗ് ധോണി ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ധോണിയുടെ കളി കാണുന്നത് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ ഭയങ്കരമുള്ളൊരു കാര്യമാണ്. എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ബഹുമാനിക്കുന്നു, പക്ഷേ ഒരാളെ കാണണം എന്നോട്, ഒരാളെ കണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം എന്നുള്ള തോന്നൽ എനിക്ക് മഹേന്ദ്ര സിംഗ് ധോണിയോട് ഭയങ്കരമായിട്ട്, ഒരു തവണ എന്നെങ്കിലും ഒരിക്കൽ ധോണിയെ കണ്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം അറിയാതെയോ ഞാൻ അറിയാതോ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കുറച്ചെങ്കിലും കൂട്ടാൻ ധോണിയുടെ കളി സഹായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ജീവിതത്തിൽ വളരെ വിഷമിച്ചിരുന്ന സമയത്ത് മഹേന്ദ്ര സിംഗ് ധോണി ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് വന്ന ഒരു മാലാഖയെ പോലെ കാര്യങ്ങൾ മാറ്റിയിട്ടില്ല. അതൊന്നുമല്ല, അയാൾ കളിക്കളത്തിൽ നടത്തുന്ന സമീപനങ്ങൾ, നമുക്ക് ഒരു മനുഷ്യനും ഒരു വളരെ എല്ലാം പ്രതികൂലമായ സിറ്റുവേഷനിൽ നമുക്കൊരിക്കലും വലിയൊരു വണ്ടറൊക്കെ കാണിച്ച് വലിയൊരു മജീഷ്യനായിട്ട് വന്നിട്ട് നമുക്ക് കഥകളിലൊക്കെ കേൾക്കാം, ഫാൻറ്റസിയിലൊക്കെ കേൾക്കാം, സിനിമയിൽ കാണാം ഒക്കെ, പക്ഷെ റിയാലിറ്റിയിൽ നമുക്കത് പറ്റില്ല. പക്ഷേ വളരെ കുഞ്ഞു ചെറിയ കാര്യങ്ങളെ കൊണ്ട് അയാൾ ചില ഇന്നിങ്സുകൾ കെട്ടിപ്പടക്കുന്നത് കാണുമ്പോൾ അതെനിക്ക് വല്ലാതെ കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഹാപ്പിനെസ് പിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്കിനി ആവശ്യമില്ല. മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് ഹരിയുടെ ലിറിസിസ്റ്റായ ഹരിയുടെ ഒരു സ്പോർട്സ് പറഞ്ഞാലും വേണ്ടില്ല, പക്ഷെ ഒരു വേർഡ് സ്മിത്ത് ആയ ഹരിയുടെ ഇൻസ്പിറേഷൻ ധോണിയാണെന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ, അൺബിലീവബിൾ. ഹരി, ഒരു ഈ വിഷാദഭാവം എപ്പോഴും ഹരിയിൽ ഉള്ളതാണോ? ഈ കണ്ണുകളുടെ ഒരു എഫക്റ്റ് പക്ഷെ ഈ കവികളൊക്കെ ഇവരുടെ ഈ പോയട്രിയും ഇവരുടെ കഥ, ഇവിടെ വേർഡ്സ് വരുന്ന പെയിനിൽ നിന്നാണെന്ന് പറയുന്നത് എന്നോട് എത്ര യോജിക്കുന്നു ഹരി? ദുഃഖത്തിന് എനിക്ക് ഇപ്പം നമ്മൾ ഭയങ്കര ദുഃഖത്തിന് കലയെ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ദുഃഖം വരുമ്പോൾ നമ്മുടെ കുറച്ചുകൂടി നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുങ്ങി വന്ന് അതിൽ നിന്നൊരു സാധനം ഉണ്ടാക്കുമല്ലോ. തീർച്ചയായിട്ടും ദുഃഖത്തിന് കലയെ ഉണർത്താൻ സാധിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എവിടെന്നോ ഈ കല വരുന്നത്? ഈ ലോകത്തിലുള്ള എല്ലാ കലകളും ദുഃഖത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പല കലകളും അല്ലെങ്കിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്ത, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആളുകളാണ് ഇവിടെ ഓരോന്ന് മഹത്തായ സൃഷ്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പറ്റും. നമ്മൾ ഹാപ്പിനെസ് പ്രോജക്റ്റിലായിട്ടുള്ള ആയതുകൊണ്ട് ഞാൻ ദുഃഖം എന്ന ഏരിയ ഡെൽവ് ചെയ്യുന്നേ ഇല്ല ഹരി. പക്ഷെ എന്നാലും ഹരി, എനിക്ക് ആ കവിത ഒന്ന് കേൾപ്പിക്കണം. ഹരി എഴുതിയ കവിതയിൽ പ്രിയപ്പെട്ട ഒരു 4 വരികളുണ്ടെങ്കിൽ. എനിക്ക് കുറച്ച് ട്രാൻസ്ലേഷനും കൂടി വേണ്ടി വരും കേട്ടോ, പക്ഷെ എന്നാലും 4 വരി പ്ലീസ്. അല്ല, എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ കവിതയേക്കാൾ കൂടുതൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളിക്ക് ട്രിബ്യൂട്ടായിട്ട് സച്ചിദാനന്ദ മാഷ്ട 4 വരിയുണ്ട്. അത് ചൊല്ലാം. ഇവനെക്കൂടി എന്ന് പറഞ്ഞ കവിതയിൽ, ഇവനെക്കൂടി സ്വീകരിക്കുക
ഹേമന്തത്താൽ മെലിഞ്ഞ കുളിനീരിൻ കൈകളാൽ നിളാനദീ ഇവനായുയർത്തുക തുമ്പിക്കൈ പഞ്ചാരിക്കു ചെവിയാട്ടിടും ആലിൻ ചോട്ടിലെ പൂരക്കാറ്റേ മൂടുക തിരുവിൽവാമലയിൽ പുനർജനി നൂണെത്തും നിലാവിനാൽ ഈ ജഡം ധനുരാവേ കുനിയൂ സ്വപ്നാസ്വസ്ഥമീ നെറ്റി ചുംബിക്കുവാൻ നിളയെ ഉമയായ ദേവതാത്മാവം സഹ്യൻ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദ ഷോ ഹരി. താങ്ക് യു. ഒത്തിരി ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം. എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റി. നന്നായിട്ട് സംസാരിച്ചു. നമ്മളൊരു വീട്ടിലൊക്കെ ഇരിക്കുന്ന പോലെ ഇരുന്ന് സംസാരിച്ചു. എന്തായാലും ഞാനും ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഒത്തിരി നന്ദി. താങ്ക് യു.